ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മുന്തിരിങ്ങ വെച്ചൊരു ബോൾ ജ്യൂസ് ഉണ്ടാക്കാം. ഗ്രേപ്പ് ബോൾ ജ്യൂസ് എന്നും പറഞ്ഞ് നമ്മൾ വഴിയോരത്തൊക്കെ ചെറിയ ചെറിയ കടകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ മുന്തിരിങ്ങ ഞാൻ കുറേ നേരം ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ്. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ അടത്തിയെടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ വിനാഗിരിയോ ഒക്കെ ഒഴിച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം മാത്രമേ ഇത് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാവൂ. നമ്മുടെ മുന്തിരിങ്ങയെല്ലാം ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. മുന്തിരിങ്ങ വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം ഉപ്പൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പൊഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 150 ml ആണ് ഈ പഞ്ചസാര. അത്രയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ മുന്തിരിങ്ങയുടെ മോൾ വശം ഒന്ന് പൊട്ടി വരണം. അതുപോലെ തന്നെ മധുരം ഒക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച്, അതിന് പ്രത്യേകിച്ച് അളവൊന്നും. ഇപ്പോഴും മുന്തിരിങ്ങ അങ്ങ് ഒരുപാട് നേരിട്ട് വേവിക്കണ്ട. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും മുന്തിരിങ്ങയുടെ ആ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടി വരും. അപ്പോഴത്തേനും അത് ഓഫ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ അന്നേരം തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് വെന്ത് പോകും. അതിൻ്റെ തുമ്പ് ഇങ്ങനെ പൊട്ടി വന്നില്ലേ, ആ ഒരു സമയമാകുമ്പോൾ ഇത് ഓഫ് ചെയ്തോണം. വെള്ളവും മുന്തിരിങ്ങ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. എൻ്റെ കണ്ടില്ലേ, മുന്തിരിയുടെ ആ തുമ്പ് മാത്രം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു പരുവാകുമ്പോൾ ഇങ്ങനെ ഇറക്കിക്കോണം. അതുപോലെ ഇറക്കി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വേവിച്ച മുന്തിരിങ്ങ ഞാനിതുപോലെ തണുത്ത വെള്ളത്തിൽ എടുത്തിട്ടേക്കുവാണ്. അത് ചെറിയൊരു ചൂട് പോലെ ഉണ്ട്. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിൻ്റെ ബോൾ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ മുന്തിരിങ്ങ വേവിച്ച വെള്ളം ഇതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. അതും ഒന്ന് തണുക്കട്ടെ. അപ്പോഴും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡ് വെച്ച് ഇങ്ങനെ ഒന്ന് പീച്ചിയാൽ മതി. അപ്പോഴത്തേനും അതിങ്ങി വരും. അതിൻ്റെ ആ ബോൾ ഇങ്ങനെ ഇറങ്ങി വരും. അത് തൊലി മാത്രം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പൊട്ടിയ ഭാഗത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. ഈ എടുത്ത ബോൾ നമുക്ക് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേ മുന്തിരിങ്ങയുടെ തൊലിയും കുറച്ച് നല്ല മുന്തിരിങ്ങ അതിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ അരച്ചുകൊണ്ട് വരാം. നമ്മൾ മുന്തിരിങ്ങ വേവിച്ചെടുത്ത വെള്ളമില്ലേ, അത് തന്നെ കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം. മുന്തിരിങ്ങയുടെ തൊലിയും മുന്തിരിങ്ങ എല്ലാം കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേന് നല്ല ജ്യൂസിന് നല്ല കട്ടിയായിരിക്കും. അപ്പോഴും ഞാൻ ആ മുന്തിരിങ്ങ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇരിക്കുന്ന വെള്ളം കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ ജ്യൂസെല്ലാം നമുക്കതിൽ നിന്ന് അരിച്ചെടുക്കാം. അപ്പോഴും നമ്മുടെ ജ്യൂസെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടിയായിട്ടിരിക്കേണ്ടവർക്കാണെങ്കിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കുക. അപ്പോഴും നമ്മൾ ഈ പരുവത്തിലാണ് എടുത്തേക്കുന്നത്. തന്നെ കുടിക്കാൻ ഇതാണ് പരുവം. അതുപോലെ തന്നെ ഈ സമയത്ത് തേൻ വേണ്ടവർക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ പുളിപ്പ് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല പുളിപ്പ് കിട്ടും. ഇതിന് നല്ല പുളിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബോൾ എടുത്ത് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേപ്പ് ബോൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റിയായ ഗ്രേപ്പ് ബോൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ബോളൊക്കെ നല്ല ബ്രൗൺ കളറായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്കിത് കുടിക്കാനായിട്ട് പുറത്തെങ്ങും പോകേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം.
അപ്പോഴെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.